നമസ്കാരം. കേരളത്തിൽ അതിശക്ത മഴ 5 ദിവസം കൂടി തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ചക്രവാത ചുഴിക്ക് പിന്നാലെ പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുന്നതാണ് കേരളത്തിലെ മഴ ഭീഷണി വർദ്ധിപ്പിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. ഈയൊരു സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ വിവിധ ദിവസങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടക്കൻ കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നു. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ആന്ധ്രാപ്രദേശ് തീരത്തിന് സമീപം ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. അതോടൊപ്പം കേരള തീരത്ത് വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുന്നു. ഇതിന്റെ ഫലമായി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നു മുതൽ 17-ാം തീയതി വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതേസമയം ശക്തമായ മഴയിൽ മരം കടപുഴകി വീണ് തോട്ടം തൊഴിലാളി മരിച്ചു. ഇടുക്കി അടിമാലിക്കടുത്ത് പീച്ചാടാണ് സംഭവം. മാമലക്കണ്ടം സ്വദേശി ശാന്തയാണ് മരിച്ചത്. മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. അതേസമയം കേരളത്തിലും മഴ പെയ്താലും തമിഴ്നാട്ടിൽ മഴ പെയ്താലും ദുരിതത്തിലാകുന്നവരാണ് വയനാട്ടിലെ നൂൽപ്പുഴ പുത്തൂർ കോളനിക്കാർ. തമിഴ്നാട്ടിലെ ദേവാലയിൽ പെയ്യുന്ന മഴയും നൂൽപ്പുഴ കവിയാൻ കാരണമാകുന്നതാണ് ഇവരുടെ ദുരിതത്തിന് കാരണം. സുരക്ഷിതമായ സ്ഥലത്തേക്ക് തങ്ങളെ പുനരധിവസിപ്പിക്കണമെന്നാണ് ഇവിടെയുള്ള കുടുംബങ്ങളുടെ ആവശ്യം. അതേസമയം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ജൂലൈ 17-ാം തീയതി വരെയാണ് ഇത്തരത്തിൽ അതിശക്തമായ മഴ പ്രവചിക്കുന്നത്. വടക്കൻ കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെയാണ് ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നത്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത നിലനിൽക്കുന്നതിനാൽ ലക്ഷദ്വീപ്, കർണാടക, കേരള തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കേരള തീരത്തും തമിഴ്നാട് തീരത്തും 14-ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്തു. അതേസമയം മുംബൈയിലും ഇപ്പോൾ കനത്ത മഴ തന്നെ തുടരുകയാണ്. മുംബൈയിലെ നഗരപ്രദേശങ്ങൾ എല്ലാം തന്നെ വെള്ളത്തിനടിയിലായി മാറിയിരിക്കുകയാണ്. ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണ് ഇതുമൂലം. മാത്രമല്ല, ട്രെയിൻ സർവീസുകളടക്കം ഇവിടെ നിർത്തിവെച്ചു എന്നും പുറത്തുവരുന്ന വാർത്തയിൽ പറയുന്നു. ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. ഒരാഴ്ചയായി തുടർച്ചയായി മുംബൈയിൽ കനത്ത മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറു പട്ടണങ്ങൾ അടക്കം വെള്ളത്തിനടിയിലായി എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ പറയുന്നത്.